ഓഹ് അങ്ങനെ 2 വർഷവും കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞു. കുറച്ച് A+ ഉള്ളതും കൊണ്ട് തന്നെ എന്നോട് സയൻസ് എടുക്കാൻ പറഞ്ഞു. സയൻസ് പാടാൻ നമുക്കറിഞ്ഞൂടെ, അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധി പ്രയോഗിച്ച് ഹ്യൂമാനിറ്റി ചെയ്തു. ആ പഠിപ്പി ആക്കിന് അവന് നല്ല A+ ഉള്ളതും കൂടെ ഇല്ലേ, അവൻ ഇതെടുത്തു, സയൻസ് എടുത്തു. ആവറേജ് എടുത്ത് സുൽഫിക്കർ കൊമേഴ്സ് എടുത്തു. പിന്നെ എൻ്റെ അഖിലിൻ്റെ അനിയൻ നിഖിൽ കുഴപ്പമില്ല, അവന് ഹ്യൂമാനിറ്റീസ് തന്നെയാണ് എടുത്തത്. ദൈവമേ റിസൾട്ടിൻ്റെ സമയമല്ലോ, ടെൻഷനും വരുന്നു. എൻ്റെ ദൈവമേ ടെൻഷൻ അടിച്ചിട്ട് വയ്യ. റിസൾട്ടിൻ്റെ സമയമായി, സൈറ്റ് കിട്ടി തുടങ്ങി. ആദ്യം പിള്ളേരെ വിളിച്ചിട്ട് ഞാൻ നോക്കാം, അതല്ലേ നല്ലത്. ഞാൻ ചെയ്തോണ്ട് അങ്ങനെ ചെയ്യാം. എടാ അഖിലേ, നിനക്ക് എങ്ങനെയുണ്ടാ മാർക്ക്? 4 A+ഉം 2 Aയോ? അതെന്ത് പറ്റി? നീ ഫുൾ A+ പഠിച്ചാണോ? സയൻസ് പാടാണല്ലേ, പഠിച്ചിട്ടുണ്ടല്ലേ, കയറി കുറവാണല്ലേ. ഏതിനൊക്കെ A കിട്ടിയേ? ഫിസിക്സിനും കെമിസ്ട്രിക്കോ? ഓക്കെ, എൻ്റെ ഞാൻ നോക്കണം. ഇനി ആവറേജ് സുൽഫിക്കർ വിളിച്ചാൽ, എടാ സുൽഫിക്കറേ, നിനക്ക് എങ്ങനെയുണ്ടാ മാർക്ക്? 3 A+, 2 A, 1 B+ഓ? കൊമേഴ്സ് വെച്ച് പാടാണല്ലേ. ഓക്കെ. ഇനി ഇവർ നോക്ക്. ഇനി അവൻ്റെ അനിയല്ലേ ഉഴപ്പന്നിക്കില്ലേ, അവനെന്ന് വിളിച്ചു. എടാ നിഖില്, നിനക്ക് ഇങ്ങനെ മാസം ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട്? കൺഗ്രാജുലേഷൻ ബ്രോ, 4 A+ഉം 2 Aയും. കീപ് ഇറ്റ് അപ്പ് ബ്രോ. എൻ്റെ ഞാൻ നോക്കണം. ദൈവമേ, ഇത്രയും പോസിറ്റീവായ മതിയായിരുന്നു. എൻ്റെ ഗ്രേഡ് നമ്പർ കറയും കളിക്കും. ഒന്ന് വേഗം ആവട്ടെ, സമയമില്ല. ദൈവമേ, ഫുൾ A+, ഹ്യൂമാനിറ്റീസ് ഫുൾ A+. ഞാൻ തകർക്കും. 7 A+ 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഫുൾ A+, 6 A+. പൊളിച്ച്. ദൈവമേ നന്ദി, സ്തോത്രം.